പണത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് സംസാരിക്കേണ്ടത്. 90% ആളുകളും സാമ്പത്തികമായി മുന്നേറാത്ത അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി നമ്പർ 1 റീസണെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എത്ര പ്രാർത്ഥിച്ചാലും എത്രമാത്രം അനുഗ്രഹവർഷം ജീവിതത്തിലുണ്ടായാലും അത് സ്വീകരിക്കുവാൻ നീ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കിൽസ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവസരങ്ങളില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്നതിന് കാരണമൊന്നും ഇതൊന്നുമല്ല. അതിനേക്കാളും വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാത്തത്. നിങ്ങൾക്ക് കൂടുതൽ പണത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതൊക്കെ മാറ്റി ഇത് നമ്പർ 1 ബ്ലോക്കാണ്. ഭൂരിഭാഗം ആൾക്കാരിലുള്ള ഒരു നമ്പർ 1 ബ്ലോക്ക് എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിലേക്ക് വരുന്നതിനെ തടഞ്ഞ് നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർത്തുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള മാജിക്കുകൾ, സാമ്പത്തികമായിട്ടുള്ള മിറാക്കിളുകൾ, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് നിർത്തുന്ന നിമിഷം മുതൽ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. എൻ്റെ ഒരു സുഹൃത്ത് അരുൺ എന്നാണ് പുള്ളിയുടെ പേര്. ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ആരുടെയെങ്കിലും വീടുകളിൽ ചെന്നാൽ, കൂട്ടുകാരൻ്റെ വീടുകളിൽ ചെന്നാൽ, നൈബറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോഫി കൊടുത്തു കഴിഞ്ഞാൽ, ചായ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അത് വാങ്ങിക്കത്തില്ല, റിജക്റ്റ് ചെയ്യും, നോ വേണ്ട എന്ന് പറയും. എവിടെന്നും ഒരാളുടെ അടുത്തും ഒന്നും പുള്ളിക്കാരൻ ആരെ കൊടുത്താലും വാങ്ങിക്കത്തില്ല. ഇതിങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ശീലമായി മാറി. ഇതിന് കാരണം എന്ന് പറയുന്നത് അരുണിൻ്റെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ ഒന്നും വാങ്ങിക്കരുത് എന്നുള്ളത്. ഇതിങ്ങനെ ശീലമായി. അരുൺ വലുതായി ബിസിനസ് തുടങ്ങി, കഠിനമായി പണിയെടുക്കുന്നു. എന്ത് ചെയ്തിട്ടും സാമ്പത്തികമായിട്ടുള്ള ബിസിനസ് വിജയമോ അല്ലെങ്കിൽ ബിസിനസ് പുരോഗതിയോ സാമ്പത്തിക പുരോഗതിയോ ഒന്നും ലഭിക്കുന്നില്ല. അവസാന നിമിഷം ക്ലയൻറ്റ് നോ പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് പഠിക്കൽ വരും എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഒരു മുന്നേറ്റവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊരു പർട്ടിക്കുലർ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു പാറ്റേൺ ഉണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അരുൺ എന്ന വ്യക്തി എന്തിനേയും റിജക്റ്റ് ചെയ്യുന്ന ഒരു ശീലമായി. അത് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാംഡായി. എന്തിനേയും റിജക്റ്റ് ചെയ്യുക എന്നത്. അപ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തൊരവസ്ഥയാണ്. അത് അരുണിന് അറിയാതെ വളർന്നൊരു സംഗതിയാണ്. അരുണിൽ അത് അറിയാതെ സംഭവിച്ചതാണ്. ഇത് അരുണിൽ മാത്രമല്ല, മിക്ക ആളുകളിലും ഭൂരിഭാഗം ആൾക്കാരിൽ ഈ ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ, സമ്പത്തിനെ നിങ്ങൾ ആകർഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ സമ്പത്ത് കൂടുതൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, പണം നിങ്ങൾ കൂടുതൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് എന്ന് പറയുന്നത് നിങ്ങൾ ഡിസേർവ് ചെയ്യുക, നിങ്ങൾ അർഹിക്കണം. നിങ്ങൾക്ക് എത്ര വലിയൊരു എമൗണ്ട് കിട്ടിയാലും നിങ്ങളത് അർഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം, ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് എത്ര പണം കിട്ടിയാലും നമുക്കൊരു ബോധം, ഓക്കെ ഞാൻ ഇത്രയും പണത്തിനുള്ള അർഹനയേ ഉള്ളൂ, എനിക്ക് കൂടുതലൊന്നും ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പണം വന്നാൽ, ചെറിയ പണമായാലും വലിയ പണമായാലും, ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും നിങ്ങൾ അത് അർഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി, 10 കോടി വളരെ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അത് ഒരു മനസ്സിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ പറയുന്നത്, ഞാൻ ഇത്രയ്ക്കുള്ള ആളാണോ, ഞാൻ അത്രയൊന്നും എമൗണ്ട് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം മിക്ക ആളുകളുടെയും മനസ്സിലുണ്ട്. നമ്മൾ പറയുന്നുണ്ട്, ഓക്കെ എനിക്ക് ലോട്ടറി അടിക്കണം, ഒരുപാട് കാശുണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സബ് കോൺഷ്യസ്ലി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഗതി, ഇതിനെ ആദ്യം എടുത്തു കളഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ എമൗണ്ട് ആയാലും നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉള്ളിലേക്ക് രൂപപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭൂരിഭാഗം ആളുകളും പണത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ്. ഒന്നിനെയും സ്വീകരിക്കാൻ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ നമ്പർ 1 ഹിഡൻ ബ്ലോക്ക് എല്ലാവരിലുള്ളൊരു ഹിഡൻ ബ്ലോക്കാണ്. ഇത് മാറ്റുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് പണം വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങളൊരു അപരിചിതനോട്, സ്ട്രേഞ്ചറോട് നിങ്ങളൊരു കോഫി വാങ്ങിച്ച് കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് നിങ്ങളൊരു കൂട്ടുകാരോ, നിങ്ങളൊരു ഫ്രണ്ട്, നിങ്ങളൊരു കൊളീഗ് ആരെങ്കിലും നിങ്ങൾ കോഫി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ ഒരു ഊണ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചായ ഓഫർ ചെയ്താൽ നമ്മൾ സാധാരണ എനിക്ക് വേണ്ട എന്ന് പറയും. സോ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ മനസ്സ് വേണ്ട എന്നുള്ള റിജക്ഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി അത് മനസ്സിലാക്കുന്ന, നിങ്ങളിത് എന്ത് കൊടുത്താലും റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രകൃതി നിങ്ങൾക്ക് തരാൻ തയ്യാറില്ലാത്തൊരവസ്ഥ വരും. അത് വില്ലിംഗ് ആയിട്ടുള്ള, സ്വീകാര്യതയുള്ള ആൾക്കാരിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ്. ഇത് എത്രയും വേഗം നമ്മളിൽ നിന്ന് കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്.
അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഫർമേഷൻ പറയാം. അത് രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് പറയുക. എല്ലാ ദിവസവും ഒരു 3 തവണയോ 6 തവണയോ 9 തവണയോ പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കുക. രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ സാധാരണ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും മറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതോടെ നിങ്ങളുള്ള ആ ബ്ലോക്ക് നിങ്ങൾ മാറ്റാൻ സാധിക്കുകയും കൂടുതൽ പണത്തെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആ അഫർമേഷൻ എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. പ്രപഞ്ചമേ, ആർക്കെങ്കിലും എന്തെങ്കിലും മികച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്നിലേക്ക് അയക്കുക. ഞാൻ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ സന്നദ്ധനും തുറന്നിരിക്കുകയുമാണ്. ഒന്നുകൂടി പറയാം. പ്രപഞ്ചമേ, ആർക്കെങ്കിലും എന്തെങ്കിലും മികച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് എന്നിലേക്ക് അയക്കൂ. ഞാൻ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധനും തുറന്നിരിക്കുകയുമാണ്. ഇത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളിത് ചെയ്തിട്ട് കിടക്കുക. അങ്ങനെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും പിന്നീട് ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് മാറിക്കിട്ടുകയും കൂടുതൽ പണത്തേക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു കോഫി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചായ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ അവൻ നിങ്ങൾക്ക് ഓഫർ ചെയ്ത് നിങ്ങളത് സ്വീകരിച്ച് കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളൊരു താങ്ക് യു പറയുക. അപ്പോൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുഞ്ചിരിയോടി അതിൽ സ്വീകരിക്കുക. സ്വീകരിച്ചതിന് ശേഷം മനസ്സ് നിറഞ്ഞ് താങ്ക് യു പറയുക. അപ്പോൾ ഏതൊരു സമയത്തും ആരുടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്യുകയാണ്. ഞാൻ അത് സ്വീകരിക്കാനായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾ ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന, നിങ്ങളിങ്ങനെ തുറന്നിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാകുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സമൃദ്ധി പതിയെ ഇങ്ങനെ വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ ഈ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവസാനമായി ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം മുതൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് റിജക്റ്റിംഗ്, സ്റ്റാർട്ട് റിസീവിങ്. ഓർമ്മയിരിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്നു നിറയട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൻ്റെ അടിയിൽ നിങ്ങൾ വന്നിട്ട് ഇങ്ങനൊരു കമൻറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കാൻ തുടങ്ങും. അതൊരു തുടക്കമാകട്ടെ എന്നുള്ള താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ ആം ഓപ്പൺ ടു റിസീവ് അബണ്ടൻസ്. ഞാൻ സമൃദ്ധിയെ സ്വീകരിക്കാൻ തുറന്നിരിക്കുകയാണ്. മലയാളം ഓർ ഇംഗ്ലീഷ് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു ഉറപ്പായിട്ട് അതാവട്ടെ. അത് തുടക്കമാവട്ടെ. പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പണത്തെ എങ്ങനെ ആകർഷിക്കാം, അതിനുള്ള ടെക്നിക്സും ടിപ്സും ഒക്കെ ഷെയർ ചെയ്യുന്ന ഈ ചാനലിനെ സ്നേഹിക്കുന്നവർ, ഈ ചാനലിനെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എനിക്ക് ചായ കുടിക്കാനുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പ്രപഞ്ചശക്തിക്ക് നന്ദി.